IPS ഓഫീസേഴ്സ് ഉണ്ട്, റിട്ടയർഡ് ഓഫീസേഴ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻ ജനപ്രതിനിധികളുണ്ട്, സിനിമ സ്റ്റാർസ് ഉണ്ട്, ബിഗ് ബിസിനസ്മെൻ ഉണ്ട്, വോളണ്ടിയേഴ്സ് ഹു വർക്ക് വിത്ത് അൺബോർഡ് കൊച്ചി വോളണ്ടിയേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇനി എത്രയോ ബിസിനസ് സംഘടനകളുണ്ട്, എത്രയോ ഓർഗനൈസേഷൻസ്. അതുപോലെ ഒരു വലിയ സ്റ്റോറിയിൽ എനിക്ക് ഒരു 2 പേജ് കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതിനുശേഷം MGR ഒരു ആസ് എ IAS ഓഫീസർ, ഇവിടെ പല വേറെ IAS ഓഫീസേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് IAS ഓഫീസേഴ്സ്, ഞങ്ങൾക്ക് ഏത് പ്രശ്നം ഉണ്ടായാലും ഏത് ഇഷ്യൂ ഉണ്ടായാലും, നായകൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേലു നായക്കർ, അതുപോലെ ഞങ്ങളുടെ വേലു നായക്കറാണ് രാജമാണിക്യം സാർ. ഏത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ MGR എടുത്താണ് പോകുന്നത്. പ്രശ്നം ഇത് പറഞ്ഞ് അത് സോൾവ്, ഏത് വിഷയം. ഇപ്പോ എൻ്റെ വൈഫ് വിഘ്നേശ്വരി, ഷീസ് നൗ ഇടുക്കി കളക്ടർ. ഞങ്ങൾ തമ്മിൽ പ്രശ്നം വന്നാൽ പോലും ഞാൻ വിഘ്നേശ്വരോട് പറയും, MGRോട് സംസാരിക്കുക, MGR കറക്റ്റ് അഡ്വൈസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ചുമ്മാ പറയുന്നതല്ല, വേദിന് വേണ്ടി പറയുന്നതല്ല. അതുപോലെ ഞങ്ങളുടെ ഒരു മിസ്റ്റർ ഫിക്സിറ്റ് ആണ് രാജമാണിക്യം സാർ. പിന്നെ ഇവിടെ കളക്ടർ ആകുമ്പോൾ 2023 ഞാൻ ഇവിടെ മാർച്ചിൽ ഈ ബ്രഹ്മപുരം ഫയർ സമയത്ത് ഈ സ്റ്റോറി ഞാൻ പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. മിനിസ്റ്റർ ചോദിച്ചു ഇത് എന്താ പറയാ, ഞാൻ പറയാൻ വിട്ടുപോയി. 2023 മാർച്ച് 8-ാം തീയതി രാത്രിയാണ് ഞാൻ കളക്ടർ പോസ്റ്റിംഗ് കിട്ടുന്നത്. ഇവിടെ ബ്രഹ്മപുരം ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റിംഗ് കിട്ടിയത്. സോ അടുത്ത ദിവസം രാവിലെ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് മൂള് ദൈവം കാണാതെ പോകാൻ പറ്റില്ല. സോ രാജമാണിക്യം സാറിന് രാത്രി CM കണ്ടു, മിനിസ്റ്റർ കണ്ടു, അടുത്ത MGR പോയി കണ്ടു, പിന്നെ ജാഫർ കണ്ടു. അതിനുശേഷം കളക്ടർ ജാഫർ കണ്ടു. പോയി MGR കണ്ടിട്ട് ഞാൻ പോകുന്നുണ്ട്, ഓൾ ദ ബെസ്റ്റ് ഒന്ന് പറയണം പറഞ്ഞ് ബ്ലെസ്സിങ്സ് ചോദിച്ചു. അപ്പൊ MGR പറഞ്ഞു കളക്ടറെല്ലാം ഓക്കെ, ബട്ട് ഉன்ட்ட போடுறதுக்கு உருப்படியா 2 ஷர்ட் இருக்கான்னு ചോദിച്ചു. ഷർട്ട്സ്, നല്ല ഷർട്ട് എന്നെ അടുത്തുണ്ടോന്ന് ചോദിച്ചു. ഒന്നും ഇല്ലാന്ന്. കളക്ടർ ആകുമ്പോൾ 2-3 ഷർട്ട് വേണം പറഞ്ഞ് എന്നെ കടയ്ക്ക് കൊണ്ടുപോയി 3 ഷർട്ട് വാങ്ങി കൊടുത്തു. സോ അതിനുള്ളാണ് ഈ ഷർട്ട്, ഓർമ്മയില്ല. അതിലെന്താ ഹൈലൈറ്റ് മീൻസ്, ഈ സ്റ്റോറി ആരോ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒത്തിരി ഷർട്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. സോ ഒരു ഗ്യാപ്പ് ഉണ്ടായി, അതുകൊണ്ടാണ് അഗൈൻ ഈ സ്റ്റോറി പറയുന്നത്. അത് മീഡിയ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. And then 2018 ഫ്ലഡ്സ് കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു കളക്ടർ ആകുമ്പോൾ, ഇപ്പോൾ എറണാകുളം കളക്ടർ എന്ന് പറയുമ്പോൾ, he has set a standard, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഓൾ ഓഫീസേഴ്സ് ടു ഫോളോ. ഇപ്പോൾ റോജി ജോൺ MLA എല്ലാം പറഞ്ഞതുപോലെ കോമൺ സെൻസ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ട്, ദേവസ്വം പ്രസിഡന്റും പറഞ്ഞു, he used the word common sense, പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. ബിക്കോസ് നമ്മുടെ നിയമത്തിലോ നമ്മുടെ ചട്ടങ്ങൾ വെച്ചിട്ട് ഏത് കാര്യങ്ങളും നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. സോ അതെല്ലാം മാറിക്കടന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഐ തിങ്ക് ഹി വാസ് ഇൻസ്ട്രുമെന്റൽ. ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ മെട്രോ ലാൻഡ് അക്വിസിഷൻ, സോ മെനി അതർ, എൻ്റെക്കുളം എറണാകുളം, ഞാൻ സാറിന് വേണ്ടി ആർട്ടിക്കിൾ എല്ലാം എഴുതിയിട്ടുണ്ട്. സാർ എന്നോട് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. മലയാളം ബുക്ക് റെഡി ആയിട്ടുണ്ട്, ഇംഗ്ലീഷ് ബുക്ക് ഒന്ന്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ എല്ലാവരും മുന്നിൽ വെച്ച് ഞാൻ ഏൽക്കുന്നു. ഞാനത് ചെയ്യും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പേര് മാത്രം അങ്ങോട്ട് രാജമാണിക്യം തന്നെ, പക്ഷെ ട്രാൻസ്ലേഷൻ ഐ വിൽ ഡു ഇറ്റിന്റെ ഒരു ഉറപ്പ് തരണം. ഇങ്ങനെ തന്നാലും ഞാൻ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഹിസ് ടീം, ഇവിടെ അൺബോർഡ് കൊച്ചി ടീം, ഇത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കളക്ഷൻ പറയുന്നത് ഒരു 2.5 years കാര്യമാണ്. ആഫ്റ്റർ ദാറ്റ് വേറെ പോസ്റ്റ് പോകും. പക്ഷെ MGRനെ, രാജമാണിക്യം സാറിനെ ഒരു പോസ്റ്റിൽ നിന്ന് അവിടെയുള്ള ആരും മറന്നിട്ടില്ല. ഒരു പോസ്റ്റിൽ ഹി വാസ് ഇടുക്കി ദേവികുളം സബ് കളക്ടർ, കളക്ടർ ഹിയർ, ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, പ്രിൻസിപ്പൽ ഡയറക്ടർ LSGD, വേറെ പോസ്റ്റ് KSID. സാറ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. KSIDC ഞാൻ മറന്നുപോയ 3ാമത്തെ പോയിന്റ്. ഞാൻ സാർ കൂടെ കുറച്ച് മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. KSIDC നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ ശബരിമലയിലായിരുന്നു. അപ്പോൾ ആ സ്റ്റോറിയും പറയാം. ഞാൻ ശബരിമലയിലായിരുന്നു. ADM ശബരിമല പോസ്റ്റിംഗ് ആണ് എനിക്ക് 2020 ജാനുവരിയിൽ. ആ സമയത്ത് സാറിനെ വിളിച്ചിട്ട് എന്നെ ട്രിവാൻഡ്രം അറിയാം, അടുത്ത ട്രിവാൻഡ്രമാണ് ഞങ്ങൾക്ക് പോസ്റ്റിംഗ്. സോ ഏത് പോസ്റ്റ് വേണം എന്നെല്ലാം ചോദിച്ചിട്ട് സാർ പറഞ്ഞു എന്റെ കൂടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ട് വരും. സാറോട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി, നല്ല ഓപ്പർച്യൂണിറ്റി. ഞാൻ ഉടനെ ഓക്കെ പറഞ്ഞു. പക്ഷെ വന്ന് 2 മാസത്തിൽ സാർ ലണ്ടൻ പോയി. സാറ് കോവിഡ് സമയം, അപ്പോൾ വേറെ വഴിയില്ലാതെ സാർ അവിടെ പോകേണ്ട ഒരു ആവശ്യം. പക്ഷെ ഇത് സോ നൈസ്, ഹി കെപ്റ്റ് മീ സോ കംഫർട്ടബിൾ. ഒരു സീനിയർ ജൂനിയർ റിലേഷൻ ഒരിക്കലും ഇല്ല. ഏത് റിവ്യൂ, ഇപ്പോഴും സാർ പ്രിൻസിപ്പൽ ഡയറക്ടർ ആയിട്ട് ഞങ്ങൾ റിവ്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ വർക്ക്സ് ഞങ്ങൾ റിവ്യൂ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. സാർ സീനിയർ ആയിട്ട്
ഒരിക്കലും ഞങ്ങളോട് പെരുമാറില്ല. സാർ ഒരു അണ്ടർസ്റ്റാൻഡിങ്, സാർക്ക് എമ്പത്തി ഒത്തിരി കൂടുതലാണ്. ഏത് ഇഫ് ഹി ഹാഡ് ബീൻ ദെയർ ഇൻ ദാറ്റ് പൊസിഷൻ ഹൗ വിൽ ഹി റെസ്പോണ്ട്, അതെല്ലാം ആലോചിച്ചിട്ട് മാത്രമേ ഒരു സീനിയർ ആയിട്ട് ഒരു വഴക്കോ അങ്ങനെല്ലാം പറയാതെ, നോട്ട് ജസ്റ്റ് വിത്ത് IAS ഓഫീസേഴ്സ് ആൻഡ് സേ, എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തി എല്ലാവരെയും ടുഗെദർ, ലെറ്റ്സ് വാക്ക് ടുഗെദർ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് രാജമാണിക്യം സാറിനുള്ളത്. മമ്മൂട്ടി എത്രയായി സാർ? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കഥ പറയാം. പിന്നെ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ഹരികിഷോർ സാർ ഇവിടെ ഉണ്ട്. ഹീസ് അനദർ മിസ്റ്റർ ഫിക്സിറ്റ്. രാജമാണിക്യം സാറുടെ ബാറ്റ്സ്മെറ്റ് ആയ ഹരികിഷോർ സാർ ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഞാൻ ഒരു പേഴ്സണൽ കാര്യങ്ങളായാലും പിന്നെ ഒഫീഷ്യൽ കാര്യങ്ങളായാലും ഏത് കാര്യമായാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാറാണ്. പിന്നെ 2018 ഫ്ലഡ്സ് പറഞ്ഞു, 2020 പറഞ്ഞു, 2023 ആൻഡ് 2024 പറഞ്ഞു. ഇനി എനിക്ക് പറയാനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം, there are two MGRs. നിങ്ങൾ എല്ലാവർക്കും അറിയാം. ദ മോസ്റ്റ് ഫേമസ്, ഈ MGR കാട്ടിലും ഒരു ഫേമസ് MGR, ഹീസ് മലയാളി who is very very popular in Tamil Nadu, who became the chief minister. He is the opposite. Tamil Nadu born and very very popular in Kerala. So പക്ഷേ അങ്ങനെ ഒരു കാര്യം, ഈ ബുക്ക് റിലീസ് ഇല്ലില്ല, ഇത് തമിഴ്നാട്ടില് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത്. കേരളത്തിലാണ് പോപ്പുലർ, തമിഴ്നാട്ടിലൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ മാരേജ് ഇൻവൈറ്റ് ചെയ്യാൻ വീട്ടിൽ പോയപ്പോ അപ്പോഴാണ് ഞാൻ വേലു നായക്കർ എന്ന് പറഞ്ഞില്ലേ, ആ സിനിമയിൽ കമലഹാസനെ കാണാൻ ഒത്തിരി പേര് പുറത്ത് നിൽക്കും. അതുപോലെ അവിടെ ഒരു 10-15 പേര് പോലീസ് ഓഫീസറിനെ നിൽക്കുന്നു, ആരോ നിൽക്കുന്നു അവരുടെ ഹെൽപ്പിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി മധുരയിൽ. ഈ ബുക്ക് റിലീസ് ഇത് എന്ത് ഉദ്ദേശം, ഇത് ഫോറിൻ പോകുന്ന കാര്യമൊന്നും അല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാം കോമ്പറ്റീഷനായിട്ട് വരാൻ, അതായത് നിങ്ങളാണ് വേറെ ഉദ്ദേശം എല്ലാം ഉള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉദ്ദേശം എനിക്കറിയില്ല, പൊട്ടൻഷ്യൽ ഉള്ള ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് കൂടുതൽ സംസാരിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന മാത്രം കൊണ്ട് ഐ വൺസ് അഗെയിൻ താങ്ക് MGR സാർ. എനിക്ക് ഇത് ഒരു കളക്ടറായിട്ട് ഒരു ഫോർമൽ ഫംഗ്ഷൻ ആയിട്ട് തോന്നുന്നില്ല, എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാവരും വി ആർ ഹിയർ ആസ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഞങ്ങൾ എല്ലാവരും വി ആർ ഓൾ പാർട്ട് ഓഫ് എ ഗുഡ് ഫാമിലി. ഒരു നോവാസ് ആർക്ക് എന്ന് പറയും ബൈബിളിൽ, നോവാസ് ആർക്ക്. ഹീസ് അവർ നോവ. ആ ആർക്കിലാണ് ഞങ്ങളെല്ലാം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ വെരി വെരി ബ്ലെസ്ഡ് ആൻഡ് വി വിൽ മിസ് ഹിം അലോട്ട്. എപ്പോഴാണ് MGR സാർ ഇങ്ങനെ ഫോറിൻ ഹാർവേർഡോ ഇതോ പഠിക്കാൻ പോകുന്നു അപ്പോഴും, ബിക്കോസ് ഹീസ് അവർ യൂണിഫയർ. MGR ഇപ്പോൾ ഇത്ര പേര് കൂടിയില്ല, ഇത്ര ഓഫീസേഴ്സ് കൂടാൻ കാരണം MGR ആണ്. ഇനി അടുത്ത എപ്പോൾ ഇതുപോലെ കൂടും ഞങ്ങൾക്ക് അറിയില്ല. സോ വി ലുക്ക് ഫോർവേഡ് ടു യു കമ്മിങ് ബാക്ക് സർ ആൻഡ് ബി ഹിയർ ഇറ്റ് സെൽഫ്. പോളിറ്റിക്സ് എല്ലാം കുറച്ച് വർഷത്തിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക്സ് ഫോർ ഓൾ ദ ലവ്, താങ്ക്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. ഓൾവേസ് യുവർ ബ്രദർ ഉമേഷ്. താങ്ക് യു സർ. താങ്ക് യു. പ്രിയപ്പെട്ട മമ്മൂക്ക, എൻ്റെ പ്രിയപ്പെട്ട കുസുമലി സർ, ബേര സർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നുമില്ല. അതേ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നുള്ള എല്ലാവർക്കും എൻ്റെ ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മമ്മൂക്ക, ഇന്ന് പ്രിയപ്പെട്ടതല്ല, ഞാനൊരു സിനിമാ ഭ്രാന്തനായിരുന്നു. സ്കൂളുകളിൽ ചെല്ലുന്നതിനേക്കാളും സ്കൂൾ കെട്ടടിച്ച് സിനിമ പോയ ആളാണ്. അപ്പോൾ 91 പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തളപതി സിനിമയാണ്. രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ. അതിനു മുൻപ് തന്നെ മമ്മൂക്ക എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസാണ്. സത്യം പറയട്ടെ, എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല. എല്ലാവരും കണ്ടിട്ട് കുടുംബത്തോട് വന്നിരിക്കാം, മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ മമ്മൂക്കാട് പറയുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയാണ്. അങ്ങനെ തളപതിക്ക് സിനിമ എന്ന ടിക്കറ്റ് എടുക്കാനായിട്ട് 2 രൂപ 30 പൈസയാണ്. കാശ് കൊണ്ടുമില്ലാതെ
സ്കൂൾ നോട്ട് പുസ്തകം ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത്. തലേ ദിവസം, ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകുന്നെങ്കിൽ തലേ ദിവസം തന്നെ ഏകദേശം 8-10 മണിക്കൂർ പോയി വരേണ്ടിരിക്കണം. അങ്ങനെ തലേ ദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ 10:30-ഓ 10:45-നോ ഷോയിൽ പോയാണ് ഞങ്ങൾ ആ തളപതി സിനിമ കണ്ടത്. അന്നും ഇന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക. ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ് പിന്നെ പറയാമത്. പക്ഷെ എന്നാലും അത് കൂടാതെ പേഴ്സണൽ ഒരു എപ്പോഴും ഒരു ആരാധകരുടെ ഋതുണ്ട്. ആ ഒരു സ്നേഹത്തിനാണ്, ആ ഒരു അൻപിനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദിയും കടപ്പാടും ഞാൻ ഒപ്പം തന്നെ യൂസുഫ് അലി സാർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ സാറിന് പറഞ്ഞപ്പോൾ വരുമോ എനിക്ക് സംശയം കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കണ്ട് ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഞാൻ ഗൾഫിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഒഫീഷ്യൽ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അവിടെ പോകും, ഇവിടെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, അവിടെ പോകുമ്പോൾ അറിയത്തില്ല അദ്ദേഹം എന്താണുള്ളത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെയും കൊണ്ട്, ഞാനൊരു IAS ഓഫീസർ ആയാലും ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ്, സീനിയർ ഓഫീസേഴ്സൊക്കെ ഉണ്ട്. സ്വന്തം വണ്ടിയിൽ എന്നെയും കൊണ്ട് അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ നിന്ന് HSBCയുടെ എന്തോ പ്രസിഡന്റ് ആരോ ഉണ്ട്, എന്നെയും കൊണ്ടുപോയി വീട്ടിലിരുത്തി ഒപ്പം ഭക്ഷണം കൊടുത്ത് വിടുന്ന അത്രയും സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഈ വേദിയിലേക്ക്, എൻ്റെ ഈ എളിയ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും വേദിയിലുള്ള ഓരോരുത്തരും എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് വീഡിയോ വന്ന് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല. ഈ കർക്കിടക ചികിത്സയ്ക്ക് നമ്മളെല്ലാം തിരുമ്മലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തിരുമ്മുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവില്ലേ? അത്ര വേദന മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. മറിച്ച് തിരുമുന്നവൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന വേദനയാണ് ഈ പുസ്തകത്തിലോടുകൂടി എന്നെ ഞാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോരോ ആൾക്കാരെയുമാണ് ഞാനത് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ജീവചരിത്രമോ ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ അല്ല. എഴുതിയ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ഈ യാത്രയിൽ ദൈവം എല്ലാവർക്കും ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ഞാൻ ഒരു സ്ഥലത്തേക്ക് എവിടെയോ ഉള്ള ഒരു സ്ഥലത്തിൽ നിന്ന് എവിടെയോ ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ അമ്മയുമായിരുന്നു. അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. പക്ഷേ എന്നാലും അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ സ്നേഹിയായ MGRയാണ് അച്ഛന് ഏറെ താല്പര്യം. അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മനുഷ്യനും മകനും മാറണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ മറ്റവരോട് കാണിക്കുന്ന ആ സ്നേഹവും അൻപുമാണ് നമ്മൾ ജീവിതം പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹം അൻപോട് തന്നെ എന്നും എല്ലാവരും കാണിക്കും. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഈ വേളയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ചേച്ചിമാരുണ്ട്, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ കഥാപാത്രത്തിൽ ഒരു കഥയുണ്ട്. ഞാൻ കഥകൾ നീട്ടുന്നില്ല, പക്ഷേ ഈ കഥാപാത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലും ആകണം എന്ന് വെച്ചാൽ പോലീസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മാവൻ്റെ മകൻ മയിൽവാഹനൻ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പോലീസായിരുന്നു അവിടെ. അദ്ദേഹം പോലീസായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു പ്രചോദനത്തിലാണ് ഞാൻ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹമാണ് IG ആകണമെന്ന് പറഞ്ഞ് IG IPS പഠിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്ന് ശ്യാം സാർ യൂണിഫോമോട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്ന് യൂണിഫോം ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്. ഞാൻ ഇട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. IPS ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിരുദനഗർ പറഞ്ഞതുപോലെ IAS ആകാൻ ശ്രമിച്ചപ്പോൾ എപ്പോഴും മനുഷ്യൻ്റെ ആദ്യത്തെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹം തോന്നും. അങ്ങനെയാണ് ഞാൻ IAS ആയതിനു ശേഷവും എനിക്കൊരു കുഞ്ഞ് ആഗ്രഹം ഉണ്ടായി, രാജമാണിക്യത്തിൻ്റെ പുറകിൽ ഒരു IPS ഉണ്ടാകണം. അങ്ങനെയാണ് ഒരു IPS ഞങ്ങൾ തമിഴ്നാട്ടിലൊരു കീഴ്വഴക്കമുണ്ട്. ഭർത്താവുടെ പേരാണ് പുറകിൽ സർനെയിമായിട്ട് ഇടുക എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച് നിശാന്തിനി രാജമാണിക്യം IPS ഇടുമ്പോൾ രാജമാണിക്യത്തിൻ്റെ അടുത്തല്ലേ IPS വരും.
പക്ഷേ നിശാന്തിനി പറഞ്ഞ് ഞാൻ എൻ്റെ പേര് മാറ്റത്തില്ല, എൻ്റെ അച്ഛൻ്റെ പേരാണ്, എങ്കിലും നിങ്ങളുടെ അച്ഛനെ പോലെ എനിക്ക് എൻ്റെ അച്ഛനാണ്. നമ്മൾ പിന്നെ IAS ബുദ്ധി ഉപയോഗിച്ച് നിശാന്തിനിയുടെ അച്ഛൻ്റെ പേര് രാജരത്നമാണ്. നിശാന്തിനി നിശാന്തിനിയെ നിശാന്തിനി എന്ന് പുറകിൽ ഇടാൻ പറഞ്ഞു. അപ്പോൾ 6 പുറകിൽ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ രാജമാണിക്യമാണ്. അപ്പോൾ ഇപ്പോഴും ആ 6ൻ്റെ അടുത്താണ് IPS ഉള്ളത് കൊണ്ട് ചെറുപ്പകാലത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം IPS ആകാനുള്ള സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാതെ വന്നാലും അതിൻ്റെ പുറകിൽ ഒരു IPS നേടി എൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ചുമ്മാ അല്ല, വീട്ടിൽ ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാർക്ക് മാത്രമേ ബുക്ക് എഴുതാൻ പറ്റൂ. വീട് കൊണ്ട് നോക്കത്തില്ല. അപ്പോൾ എൻ്റെ കുടുംബമായിട്ട് നോക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾ വേണ്ട നെറ്റിലുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കാത്ത സമയമാണ്. അതുകൊണ്ട് അവർക്ക് ഈ വലിയ നന്ദി അറിയിക്കുന്നു. ഇതിൽ ഒരുപാട് ആൾക്കാർ, ഈ കഥകളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മാവനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു പൈസ എനിക്ക് വേണ്ടി അന്ന് പഠിക്കാനായിട്ട് 500 100 കൊടുത്ത് എന്നെ സഹായിച്ച ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഇന്ന് 3 പേർ എത്തിയിട്ടുമുണ്ട്. ധനപാദമുണ്ട്, മുരളിയുണ്ട്, അതുപോലെ വൈദീശ്വരനുണ്ട്. ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊരു പ്രചോദനം കൂടി പറയുമെങ്കിൽ അരുൺ പറഞ്ഞായിരുന്നു, മമ്മൂക്ക ഈ കഥ പറയുമ്പോൾ ആ ലാസ്റ്റ് അവസാന സീനുണ്ടല്ലോ, ഇന്ന് കണ്ടാലും ഞാൻ കരഞ്ഞു പോകും ആ സീൻ കാണുമ്പോൾ. ഒരു പക്ഷേ ഞാൻ ബുക്ക് എഴുതാനായിട്ട് ഒരു പ്രചോദനം അങ്ങനെ വരുവാണെങ്കിൽ മമ്മൂക്കായുടെ ആ കഥ പറയുമ്പോഴുള്ള ആ വചനം പോലെയായിരിക്കും ഈ ബുക്കിനുള്ളതാണ്. ആ പ്രചോദനം ഒറിജിനലി കണ്ടെത്തി കൊടുത്ത നമ്മുടെ അരുണായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇത് ചെറുതായിട്ട് കഥ പറഞ്ഞപ്പോൾ ഞാൻ ടോണിയെ ഒരിക്കലും മറക്കാനേ പറ്റത്തില്ല. ഇത്രയും മനോഹരമായിട്ട് ആദ്യം ഞാൻ കൊടുത്തപ്പോൾ തന്നെ, ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഇൻസ്പയറായ എന്നത് വായിച്ചപ്പോൾ. അങ്ങനെ മനോഹരമായിട്ട് എഴുതിയ ടോണിയും അതുപോലെ തന്നെ ഒളിവ് ബുക്സ് നല്ല മനോഹരമായിട്ട് ഞാൻ എത്രയൊക്കെ ചെയ്തോ 1 വർഷമായി ബുക്ക് എഴുതാനായിട്ട്. അത്രയും എന്നെ ഇതുപോലെ കൂടെ തന്നെ ഒളിവ് ബുക്സിനും ഇത് കൂടാതെ ഇന്ന് ഇവിടെ IMA ടീമുണ്ട്. നമ്മുടെ സർവണഭവൻ പത്മനാഭൻ എൻ്റെ സുഹൃത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജമാണിക്യം 2ാമത് പ്രാവശ്യം രാജമാണിക്യം MGR രാജമാണിക്യമായത് കേരളത്തിൽ വെച്ചാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചാലും ഞാൻ ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജന്മം കൊണ്ട് തമിഴ്നാട്ടിലായാലും കർമ്മം കൊണ്ട് കേരളീയനാണ്. അപ്പോൾ എന്നെ അങ്ങനെ കേരളീയനായിട്ടാക്കിയ മഹാനഗരം കൊച്ചിയാണ്. അന്നും രാജമാണിക്യം ഫേമസ് ആയത് മമ്മൂക്കായുടെ ആദ്യത്തെ ലേഖനം കൊണ്ടാണ് രാജമാണിക്യം ആദ്യം ഫേമസ് ആയത്. ഈ MGR രാജമാണിക്യമായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അൻപോട് കൊച്ചിയുടെ അംഗങ്ങളാണ്. അൻപോട് കൊച്ചിയിലെ എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയാൻ സമയമില്ലെങ്കിലും അൻപോട് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരുവരും, ഞാൻ രാജമാണിക്യം എന്നറിയപ്പെടുന്നത് നമുക്കതിനെ പറഞ്ഞല്ലോ, കുളം കളക്ട് ചെയ്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അൻപോട് കൊച്ചി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സരയു അൻപോട് കൊച്ചിയുടെ ഭാഗമായിരുന്നു. കാമ്പിയറിൽ നിന്ന് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരെയും പേര് പറയുന്നില്ല. വിമൽ രമേശ് ഉൾപ്പെടെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് കുറേ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ വിലയിൽ ഞങ്ങൾ തുറക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കളക്ടറുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, പാവത്തെ കൂടി ഞാൻ കൂടെ ചുമപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഈ കഥയിൽ ഒരു സൗരാഷ്ട്ര കഥ വരുന്നുണ്ട്. പറഞ്ഞല്ലോ, മുട്ട അടിച്ച് അന്ന് വരെ പീഡിപ്പിച്ചതുപോലെ ഇന്നും എൻ്റെ പീഡനം ഏറ്റുകൊണ്ട് നടക്കുന്ന ഉമേഷ് ഒരു സൗരാഷ്ട്രക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വന്തം അനിയനെ പോലെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഉമേഷുണ്ട്. അൻപോട് കൊച്ചിയിൽ എൻ്റെ കൂടെ അനീസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വേളയിൽ, അതുപോലെ IMA ഡോക്ടർ ഹനീഷ് എൻ്റെ സ്വന്തം ಇನ್ನೊരു ബ്രദറാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും വിശിഷ്ട വ്യക്തികൾക്കൊക്കെ വൈകിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ തിരിച്ചു കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ബാലമാമനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ഹരികിഷോർ, ബിജു സാർ, ഡോക്ടർ ബിജു അടക്കമുള്ളവരുണ്ട്. ഏറ്റവും വലിയ സുഹൃത്തായ മാത്യു ഉണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മറ്റു സുഹൃത്തുക്കളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്. അൻപോട് കൊച്ചിയുണ്ട്.
കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും ഈ വേളയിൽ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളത് എൻ്റെ സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അൻപോട് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ്. അമ്മ തെളിച്ച വഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ജീവിതമാണ്, ആ വിജയ ചരിത്രമാണ് ഇന്നിവിടെ പുസ്തകത്തിൽ അക്ഷര രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹമായ കൈകളിലേക്ക് ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാ നമ്മൾ കാത്തിരുന്ന അൻപോട് രാജമാണിക്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഒലിവ് പബ്ലിക്കേഷൻസ് ചേർത്ത് വെക്കുന്ന അക്ഷരങ്ങൾ ശ്രീ രാജമാണിക്യം സാറിന്റെ ജീവിത വഴികൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അൻപോട് രാജമാണിക്യം പുസ്തക പ്രകാശനം. വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളിലേക്കും പുസ്തകത്തിന്റെ ഒരു കോപ്പി എത്തിച്ചേരുകയാണ്. അതിനോടൊപ്പം തന്നെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികളെയും അറിയിക്കുകയാണ്. ഇതേ പുസ്തകത്തിന്റെ കോപ്പി നമുക്ക് തൊട്ട് പുറകുവശത്തായിട്ട് അവൈലബിൾ ആണ്. എല്ലാവരും ഒരു കോപ്പി കൈക്കലാക്കുക, വായിക്കുക. നമ്മൾ അറിയാത്ത എന്ത് രാജമാണിക്യമാണ് എന്ന് ആ അക്ഷരങ്ങളിലൂടെ തിരിച്ചറിയുക എന്ന് കൂടി ഒരു അവസരത്തിൽ പറയുകയാണ്. ഇവർക്കും ഹൃദയത്തിന്റെ ഭാഷ നമസ്കാരം. രാജമാണിക്യം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നതാണ്. നമ്മളിൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ പലരെയും പോലെ ബാല്യകൗമാരങ്ങൾ, യൗവനങ്ങളെല്ലാം പലർക്കും പലതും സംഘർഷം നേടിയതും ഒരുപാട് വിചിത്രവുമായ അനുഭവങ്ങളുള്ള കാലഘട്ടങ്ങളാണ്. എല്ലാവരും സ്വർണ്ണക്കരണ്ടിയോട് ജനിച്ചവരെല്ലാവരും 50 വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ യൂസഫലി ആയത്. ഞാനിപ്പോഴും മമ്മൂട്ടി ആയിട്ടില്ല, ഈ കിടക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള പ്രഗത്ഭരുടെ ജീവിത കഥകൾ ഇൻസ്പിറേഷൻ ആകാറുണ്ട്. ഇതൊരു സിനിമാ കഥ പോലെ തോന്നിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. അത്രത്തോളം ടെമ്പോയും ഇമോഷനും സെന്റിമെന്റ്സും ഉണ്ടാവും. ഫൈറ്റും ഉണ്ടോ എന്ന് പറയുന്നത് കേട്ട് ഫൈറ്റും ഉണ്ടാവും. കൂടെയുള്ള പയ്യന്മാരുടെ റൗഡിസം ഉണ്ടായിസോ കാണിച്ചു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജമാണിക്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം MGRന്റെ കഥയാണ്. അത്രത്തോളം MGR ആകാൻ വേണ്ടി, അല്ലെങ്കിൽ MGRന്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം MGR ആയി. ഒരു വലിയ അത്ഭുതം. MGR എന്ന് പറഞ്ഞാൽ സിനിമാ നടനപ്പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്ക് പോലും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, നന്മകൾ ചെയ്തിട്ടുള്ള ആൾ MGR. അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് ഈ MGR. MGR കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. രാജമാണിക്യം തിരിച്ചാണ്, തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് കേരളത്തിലാണ് പുള്ളി MGR ആയതെന്ന് പറഞ്ഞു. നമുക്കൊരു MGR ഉണ്ട്, രാജമാണിക്യമുണ്ട്. രാജമാണിക്യം സെന്റിമെന്റ് എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം രാജമാണിക്യമായിട്ട് കാണുമ്പോഴും അങ്ങനെ ഒരു ചെറിയ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഈ സാധാരണ
സിനിമയിലെ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ ജോസഫ് അലക്സ് എന്നാണ്. ജോസഫ് അലക്സൊക്കെ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ. ശരിക്കുള്ള ജോസഫ് അലക്സ് ഒന്നും ഒരു നേതൃ ജീവിതം നടക്കില്ല എന്നുള്ളത് പല കളക്ടർമാരും പിന്നീട് എന്നോട് പറഞ്ഞു. മാത്രമല്ല, ഈ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ, അങ്ങനെ പഠിച്ച് പാസ്സായി IAS IPS ഒക്കെ ഉള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന ശില്പികൾ. അവർ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോകുന്ന നമ്മുടെ ഭരണ അധികാരികളായ മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അല്ല, അവർ അതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സാണ് ഇവർ. ഇവരെത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്. കേരളത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഇതുപോലുള്ള IAS ഉദ്യോഗസ്ഥന്മാരുടെ സേവന സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും രാജമാണിക്യം കേരള കേഡറിൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനൊരു സമാധാനമുണ്ട്. രാജമാണിക്യം ഇവിടെ എവിടെയെങ്കിലും കാണും. വേറെ സാർ ഇതുവരെ കേരളം വിട്ട് പോയിട്ടേ ഇല്ല. പുള്ളി ഇപ്പം മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ, സ്വന്തം വീട് പോലെ കുറേ കാലം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല, പറ്റുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടൊരു ത്രിപുരയിൽ നിന്ന് മറ്റുള്ളൊരു ഓഫീസർ. പുള്ളി ഫുൾ മലയാളം പറഞ്ഞ് മലയാളത്തിൽ കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ നിന്ന് വിട്ടു പോകാൻ താല്പര്യമില്ല, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ മനുഷ്യർ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മളൊക്കെ അത്ര നല്ല മനുഷ്യരാണ്. അങ്ങനെ പക്ഷേ ഉണ്ടല്ലോ, തപ്പിയെടുത്താൽ കിട്ടും. ഭൂരിപക്ഷം നല്ലതാണ്. രണ്ടൊക്കെ എവിടെ ഇവിടെ കാണുന്നത് എല്ലാ അരിമഴിച്ചാലും കുറച്ച് കല്ല് കാണും, കുഴപ്പമില്ല. അതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ എല്ലാവരും ജോസഫ് അലക്സ് അല്ല, പക്ഷെ ഒരു ചില പേർക്ക് വേറെ ചില രൂപത്തിലുള്ള ജോസഫ് അലക്സ് ആണ്. രാജമാണിക്യത്തെ ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ്. തോട്ടിപ്പണിയാണ് പുള്ളി ആദ്യം നോക്കിയത്. അപ്പോൾ കളക്ടർ തോട്ടിപ്പണി വൃത്തിയാക്കണം, ഇവൻ ജോസഫ് അലക്സിന് വെല്ലുവല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് അന്വേഷിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ എറണാകുളത്ത് കുടിവെള്ള വിതരണം അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. രാജമാണിക്യം കളക്ടറായിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് ഐഡിയയായിട്ട് വരാനുള്ള പരിപാടിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇതിന് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു. ഏതായാലും അനുഭവങ്ങൾ ഇതിപ്പോൾ ജീവിതത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണൊരു മനുഷ്യ ജീവിതം മുഴുവൻ. അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ MGR ആയി തീരാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി അൻപോട് രാജമാണിക്യം, ഒരു രാജമാണിക്യത്തെ നമ്മുടെ വെള്ളിത്തിരിയിലെ രാജമാണിക്യത്തിന് നൽകുന്ന ഒരു അസുലഭ നിമിഷമാണ് നമ്മൾ കാണുന്നത്. Name of God, the most merciful, the most beneficent. ആദരണീയനായ ബഹുമാന്യനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായ മമ്മൂക്ക, ബഹുമാനപ്പെട്ട ബഹ്റ സാബ്, രാജമാണിക്യം സാർ, മാഡം, ഈ കലക്ടർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു. ഞാൻ ലാൻഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്, തീർച്ചയായിട്ടും എത്താൻ നോക്കാം. മമ്മൂക്കയാണ് ഇത് പ്രകാശനം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഏറ്റുവാങ്ങുന്നത് ആരാണ്? എൻ്റെ മാതാവാണ്. അത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ വരും. കാരണം തൻ്റെ ജീവിതാനുഭവങ്ങൾ, ബുദ്ധിമുട്ടും വിഷമവും വളരെയധികം സങ്കടങ്ങളും ഏറ്റുകൊണ്ട് ഈ നിലയ്ക്കെത്തിയ ശ്രീ രാജമാണിക്യം, അതെല്ലാം കണ്ട് വളർത്തിയ അമ്മയ്ക്ക് തൻ്റെ അനുഭവം പുസ്തകത്തിൽ രൂപത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്നു. അത് നമ്മുടെയൊക്കെ അഭിമാനമായ മമ്മൂക്ക കൊടുക്കുന്നു. ആ ചടങ്ങിൽ ഭാഗവാക്കാകുവാൻ തീർച്ചയായിട്ടും ഞാൻ എത്തും. കാരണം
വേറെ ആരും അല്ലാതെ ഏറ്റുവാങ്ങുന്നത് സ്വന്തം അമ്മയാണ്. അതിലാണ് അത് കൊടുക്കുന്നത് മഹാനായ മമ്മൂട്ടി. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. കാരണം ഈ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും എഴുതുന്നത് മറ്റുള്ളവർക്ക് പാഠമാകാനാണ്, അടുത്ത തലമുറയ്ക്ക് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ്, പഠിക്കാനാണ്. ആ പഠിപ്പിലൂടെ അവരും വലിയ നിലയ്ക്കെത്താനാണ്. ഞാൻ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പോയി സംസാരിക്കുമ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ പലരുടെയും ജീവിതാനുഭവം പകർത്തണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇത് അങ്ങനത്തെ ഒരു അനുഭവമുള്ള ഒരു പുസ്തകമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പേരെഴുതി ഒപ്പിട്ടിട്ടൊരു പുസ്തകം എനിക്കിതാ. ഞാൻ ഒരുപാട് പുസ്തകം ഫ്ലൈറ്റിലിരുന്ന് വായിക്കുന്ന ആളാണ്. നാളെ മുതൽ ഈ പുസ്തകം വായന തുടങ്ങാം. ഇതടുത്ത തലമുറയ്ക്ക് വളരെ പ്രചോദനമാവട്ടെ, അവർക്ക് അതൊരു അനുഭവമാകട്ടെ, അവർ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ രാജമാണിക്യം സാറിനോടും മേഡബത്തിനോടും മറ്റ് ഇതിൻ്റെ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.